അപ്പൊ കണ്ടോ നമ്മുടെ കേക്കിന്റെ എല്ലാ സൈഡും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്. നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് വിഷസ്. എല്ലാവരും ക്രിസ്മസ് കാലത്തിന്റെ ഒരു സന്തോഷത്തിലാണല്ലേ. ഇപ്രാവശ്യം നമ്മുടെ ക്രിസ്മസ് കേക്ക് വീട്ടിൽ തന്നെ ആയാലോ. ഇത് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാത്തവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രൂട്ട്സ് ഒന്നും നേരത്തെ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതില് ബട്ടർ ഫ്രൂട്ട്സിൽ ആഡ് ചെയ്യുന്നൊരു മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗും ബട്ടറും ഒക്കെ ഒരുമിച്ച് ബീറ്റ് ചെയ്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോ ബീറ്ററൊന്നും ഇല്ലാതെ ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ് കേട്ടോ, കാരണം ഞാൻ എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പൊ നമ്മുടെ ഫ്രൂട്ട് കേക്ക്, ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വേണം. അപ്പൊ അത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പൊ അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാനായിട്ട് റെഡിയാക്കാം. അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് ബ്ലാക്ക് റൈസിൻസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/4 കപ്പ് വൈറ്റ് റൈസിൻസ്, പിന്നെ ഒരു 1/4 കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു 1/4 കപ്പ് ചെറീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മള് ഒരു 1/2 കപ്പ് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ആണ്. കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിട്ട് വേണം കേട്ടോ ബട്ടർ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിന്റെ സെസ്റ്റ്, ഇത് ചെറുതായിട്ട് നമ്മൾ നന്നായിട്ട് ഓറഞ്ച് ഒന്ന് കഴുകിയിട്ട് അതിന്റെ വെള്ള ഭാഗം ഉൾപ്പെടാതെ അതിന്റെ തൊലി ഒന്ന് ചിരണ്ടി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ആണ്. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. അപ്പൊ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് അടുപ്പത്തേക്ക് മാറ്റുവാണ്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒത്തിരി നേരം ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നൊന്നുമില്ല, ജസ്റ്റ് വേവിച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നൊക്കെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ അടുപ്പത്തേക്ക് മാറ്റിയേക്കുവാ. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ ഒന്ന് വരണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഏത് രീതിയിൽ എത്തണം എന്നുള്ളതൊക്കെ. ഇപ്പൊ നമ്മൾ ഇതിലിട്ടിരിക്കുന്ന ഷുഗറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അലിഞ്ഞു വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞു വരുമ്പോഴത്തേന് കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആവും. പക്ഷെ ഇതങ്ങ് കുറുകി വന്നോളും കേട്ടോ. കുറച്ചു നേരം ഒന്ന് വെച്ച് വേവിച്ച് വരുമ്പോഴത്തേക്കും. ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഫ്രൂട്ട്സ് എപ്പോഴും നമുക്ക് നല്ലതായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ കേക്ക് എപ്പോഴും നല്ലൊരു ടെക്സ്ചറിൽ ഇരിക്കുള്ളൂ. കൂടുതൽ ഫ്രൂട്ട്സ് ഇടുമ്പോഴേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് കുറച്ച് നമ്മളിപ്പം 1 കിലോയുടെ കേക്ക് എടുക്കുമ്പോൾ ഫ്രൂട്ട്സ് വളരെ കുറച്ചായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കുറെ നോക്കി ടൂട്ടി ഫ്രൂട്ടിക്ക് വേണ്ടിയിട്ട്, പക്ഷെ ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓറഞ്ച് ജ്യൂസും ഷുഗറും ഒക്കെ മെൽറ്റ് ആയിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകണം കേട്ടോ.
അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് ഒക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതുപോലെ പതഞ്ഞു വരും കേട്ടോ. നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് നമ്മുടെ ജ്യൂസ് ഒക്കെ ഒന്ന് കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാമത്തിന് നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിത് ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്നത്. അപ്പം നമുക്കിതൊന്ന് അടുപ്പത്തൊന്ന് മാറ്റിയിട്ട് നല്ല പോലെ തണുക്കാനായിട്ട് വെക്കണം. ഒട്ടും ചൂട് പാടില്ല നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തേക്ക്. അപ്പൊ ഇതൊന്ന് ആറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്കിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാരമലൈസ് ചെയ്ത് ഷുഗർ ചേർക്കുന്നത്. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് ഇതൊന്ന് അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കളർ മാറി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ ഷുഗർ ഒക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇതിപ്പോ ചെറിയൊരു കളർ ആയിട്ടുണ്ട്. നിങ്ങൾ കളർ ഇത് കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് കരിഞ്ഞു പോകാൻ ഒരിക്കലും ഇടവരരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ഭയങ്കരമായിട്ട് കരിഞ്ഞ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കണം. തീ വളരെ കുറച്ചിട്ടേ ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പിന് നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി കേട്ടോ. ഇനിയും നമ്മൾ കൂടുതൽ കളർ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പൊ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ കുറച്ച് മാറി നിന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. കാരണം ഇത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാരമലൈസ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്കുള്ള സ്പൈസ് മിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ പട്ട, ഗ്രാമ്പൂ, അതേപോലെ ഡ്രൈ ജിഞ്ചർ, ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് പൊടിച്ചിട്ട് 1/4 ടീസ്പൂൺ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നട്ട്മഗ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇതിലേക്ക് 2 പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. അപ്പൊ ഇതിനകത്ത് പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയിക്കോളും. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇതിപ്പോ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് ഇപ്പൊ കണ്ടോ, ഇതൊന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി നല്ല ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് 1 മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മുട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല ടൈറ്റ് ആയത് കാരണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടുണ്ടാവും. അതൊന്ന് മുട്ട ചേർത്ത് നമുക്കൊന്ന് ലൂസ് ആക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്രൂട്ട്സും ഈ എഗ്ഗും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇപ്പൊ നമുക്കിത് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് നമുക്ക് നമ്മുടെ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്ലവർ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി വിഗറസ് ആയിട്ടൊന്നും മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബാറ്റർ ഒത്തിരി ലൂസായി പോകാൻ പാടില്ല. ബാറ്റർ ഒത്തിരി ലൂസ് ആവാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് അത് ഒത്തിരി അടിയിലേക്കൊന്നും പോയി അടിഞ്ഞു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ എപ്പോഴും കുറച്ച് ടൈറ്റ് ആയിരിക്കണം കേട്ടോ. എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ ഈവൻ ആയിട്ട് എല്ലായിടത്തും നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കിടക്കത്തുള്ളൂ. ഇനി നമുക്ക് ബാക്കി ഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് കണ്ടോ, നമ്മുടെ ബാറ്റർ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വിസ്ക് വെച്ച് ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നതാണ്. അത് ബാറ്ററി ടൈറ്റായി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഞാനൊരു സ്പാറ്റിലെടുത്താണ്. നിങ്ങൾക്ക് ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വേണമെങ്കിലും ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വേറെ ബീറ്ററോ അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ. ബാറ്റർ ഒത്തിരി ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് ചേർക്കണ്ട, കുറച്ച് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബാക്കി ഇരുന്നിരുന്ന ഷുഗർ സിറപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ വേണം എപ്പോഴും മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. നന്നായിട്ട് നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നട്ട്സ് ആണ്. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും കൂടെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതിന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇപ്പൊ ഞാനിവിടെ ഒരു 7 ഇഞ്ചിന്റെ കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലോ ബട്ടറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. നമ്മള് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇതേപോലെ അടിയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കേക്കിന്റെ ബാറ്റർ നല്ല ടൈറ്റ് ആണ്. അതേപോലെ ഇരുന്നാലേ നമുക്ക് നമ്മുടെ കേക്ക് നല്ല ടെക്സ്ചർ കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഇതേപോലെ ടൈറ്റ് ആവുമല്ലോ. ഇതേപോലെ ഇരുന്ന് കഴിഞ്ഞാലേ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ എല്ലാ ഭാഗത്തും കിട്ടത്തുള്ളൂ. നമുക്ക് നമ്മുടെ ട്രേയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ബാറ്റർ ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് എയർ ബബിൾസ് എന്തെങ്കിലും റിലീസ് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 160 ഡിഗ്രിയിലാണ് ഞാൻ വെക്കുന്നത്. ഓവനിലേക്ക് ഒരു 10-35 മിനിറ്റിൽ വെച്ച് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ കേക്ക് ട്രേയും നിങ്ങളുടെ ഓവനും ഒക്കെ അനുസരിച്ചിരിക്കും ടൈം. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കണം. എങ്ങനെയായാലും ഒരു 25 മിനിറ്റ് കഴിയാതെ നിങ്ങൾ ഓവൻ തുറന്ന് നോക്കരുത് കേട്ടോ. തുറന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പൊങ്ങി വന്നത് അത് അതേപോലെ തന്നെ താഴ്ന്നു പോകും.
നമ്മുടെ കേക്ക് നമ്മുടെ ഓവനിലേക്ക് വെക്കുവാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. ഓവൻ ഇല്ലാത്തവർക്ക് പാനിലോ കടായോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്കൊരു 45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്ന കേക്കാണ് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മള് ഒരു 45 മിനിറ്റ്സോളം നമ്മൾ ഇതിനു വേണ്ടി വെച്ചു കേട്ടോ. അപ്പൊ ഇപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മളൊന്ന് പുറത്തെടുത്ത് ചൂടാറാനായിട്ട് വെക്കുകയാണ്. അപ്പൊ നമ്മള് ഒരു 6 മണിക്കൂറെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് കട്ട് ചെയ്താലാണ് നമുക്ക് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാനിതൊന്ന് എടുത്ത് പുറത്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ കേക്ക് നമ്മളിവിടെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാന് ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ചൂടാറുന്നതിന് മുമ്പ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പ്ലം കേക്ക് നല്ല സൂപ്പറായിട്ട് ചൂടൊക്കെ ആറി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് പാനിൽ നിന്ന് ഇളക്കി മാറ്റാം. കണ്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, നമ്മുടെ കേക്കിന്റെ എല്ലാ സൈഡും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ പ്ലം കേക്ക് നമ്മളിവിടെ റെഡിയാക്കി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഈവൻ ആയിട്ട് എല്ലായിടത്തും നല്ല ഈവൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരിടത്ത് അടിഞ്ഞു കൂടി കിടക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. അപ്പൊ എല്ലാവരും ഈ കേക്കിന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി നേരം ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുകയോ ഒന്നും വേണ്ട. നോൺ ആൽക്കഹോളിക് ആണ്, ഹെൽത്തി ആണ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കരുത്. അപ്പോ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.